വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Hallelujah. Praise the Lord. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വചനാഗ്നി ശുശ്രൂഷ ഇത് 100ാമത്തെ എപ്പിസോഡാണ് എന്നുള്ള വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ. കഴിഞ്ഞ 99 എപ്പിസോഡിലൂടെ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത്, ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ കാലമത്രയും ഈ വചനാഗ്നി ശുശ്രൂഷയിലൂടെ സന്ദേശം നൽകുവാനായിട്ട് ഈ ഷാലോൻ ടെലിവിഷനെ ഉപയോഗിച്ചതിനെ ഓർത്ത് ഞാൻ പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും വിലപ്പെട്ട പ്രാർത്ഥന പ്രിയമുള്ളവരെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് മുൻപായി നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. പ്രത്യാശ നൽകുന്ന, വിശ്വാസം നൽകുന്ന കർത്താവേ, വചനം നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ നിരാശകൾ, ദുഃഖങ്ങൾ എല്ലാം നീ എടുത്തു മാറ്റണമേ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തുവാൻ, പണിതുയർത്തുവാൻ ഈ ശുശ്രൂഷ, ഈ വചനങ്ങൾ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ഗ്രഹിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന് തടസ്സമായ ഞങ്ങളുടെ ബുദ്ധിയിലെ അന്ധകാരങ്ങൾ, അജ്ഞതകൾ എടുത്തു മാറ്റണമേ. പ്രിയ പരിശുദ്ധാത്മാവേ,
അങ്ങ് തന്നെ നയിക്കണമേ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ ഈ മക്കളെ ഓരോരുത്തരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ അങ്ങ് നയിക്കണമേ, ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ പ്രത്യേകമായി ഈ ദൈവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രത്യാശ ഏറ്റുപറയുക എന്നുള്ളതാണ്. പ്രത്യാശ ഏറ്റുപറയുന്നവരായി നമ്മൾ മാറണം. എന്തു പ്രത്യാശയാണ്? ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ നാം ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന്. അപ്പോൾ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാ. ദൈവം വിശ്വസ്തനാണ്. എന്തിലാണ് ദൈവം വിശ്വസ്തൻ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ, വാഗ്ദാനങ്ങൾ നിറവേറ്റിത്തരാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീയും നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവൃത്തി വരുത്തുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ പ്രത്യാശ നാം ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. എന്താണ് പ്രത്യാശ? പ്രത്യാശ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മുടെ പ്രത്യാശ? പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവം എന്നോട് പറഞ്ഞ, ദൈവ മക്കൾക്ക് ദൈവം നൽകിയ വചനത്തിൽ, വാഗ്ദാനങ്ങളിൽ ആണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ നാം ഏറ്റുപറയണം. ദൈവം എന്നെ നോക്കി പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കാമെന്ന്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന്. അപ്പൊ ഈ വചനത്തിൽ ദൈവം എന്നോട് പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദാനങ്ങളിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കണം. പ്രത്യാശയുള്ളവരായി നമ്മൾ മാറണം. മാത്രമല്ല, ഈ പ്രത്യാശ നാം ഏറ്റുപറയണം. അനുദിനം ഏറ്റുപറയണം. എല്ലാ ദിവസവും ഏറ്റുപറയുന്നവരായി നമ്മൾ മാറണം. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ, ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ, ഈ പ്രത്യാശയിൽ നമുക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോഴാണ്. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ദൈവമായ കർത്താവ് അരുളി ചെയ്തു, നിന്നെ ഞാൻ നിശ്ചയമായും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. പ്രൈസ് ദ ലോർഡ്. അബ്രഹാത്തെ നോക്കി ദൈവം പറയുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ വാഗ്ദാനം അബ്രഹാത്തിന് ദൈവം കൊടുത്തു. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു,
അബ്രഹാമേ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കും? നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും, സന്തതികളെ നൽകി, ആ സമൃദ്ധി നൽകി നിന്നെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് അബ്രഹാത്തിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം എന്തു ചെയ്തു? ഈ വാഗ്ദത്തത്തിൽ പ്രത്യാശ അർപ്പിച്ച്, ഈ വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ച്, ദൈവം തന്നോട് പറഞ്ഞ ഈ വചനം, ഈ വാഗ്ദത്തം അനുദിനം ഏറ്റുപറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും അബ്രഹാം പറയാൻ തുടങ്ങി, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എനിക്ക് സന്തതികൾ ഉണ്ടാകും, എനിക്ക് സന്തതികൾ ഉണ്ടാകും, അനേക മക്കളുടെ പിതാവ് എന്ന് ഞാൻ വിളിക്കപ്പെടും, എന്ന് ഞാൻ വിളിക്കപ്പെടും. എൻ്റെ ഭാര്യ സാറ അനേക കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന് വിളിക്കപ്പെടും. ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് അബ്രഹാം എല്ലാ നിമിഷവും എല്ലാ ദിവസവും പറയാൻ തുടങ്ങി. ഒരു ദിവസമാണോ, ഒരാഴ്ചയാണോ, ഒരു മാസമാണോ, ഒരു വർഷമാണോ? അല്ല, ദീർഘക്ഷമയോടെ കാത്തിരുന്ന്. വിശ്വാസമുള്ളവരുടെ, പ്രത്യാശയുള്ളവരുടെ ഒരു ലക്ഷണമാണ് ദീർഘക്ഷമ എന്നുള്ളത്. വിശ്വാസമില്ലാത്തവർക്ക് ദീർഘക്ഷമയില്ല, പ്രത്യാശയില്ലാത്തവർക്ക് ദീർഘക്ഷമയില്ല. അവർക്ക് പെട്ടെന്ന് കിട്ടണം, ഉടനടി കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവർ നിരാശപ്പെട്ടു പോകും. അപ്പോൾ ദീർഘക്ഷമ എന്ന് പറയുന്നത്, കാത്തിരിക്കുക എന്നുള്ളത്, ക്ഷമയോടെ കാത്തിരിക്കാൻ പ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം അർപ്പിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ, പ്രിയമുള്ളവരെ, പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സാധിക്കൂ. അബ്രഹാം എന്തു ചെയ്തു? ദൈവം തന്നോട് പറഞ്ഞ, തനിക്ക് നൽകിയ ആ വാഗ്ദത്തത്തിൽ, ആ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ച്, ആ വചനത്തിൽ പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പ്രത്യാശ അബ്രഹാം എല്ലാ ദിവസവും മുടങ്ങാതെ പറയാൻ തുടങ്ങി, ഏറ്റുപറയാൻ തുടങ്ങി. ദീർഘക്ഷമയോടെ പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ആ വാഗ്ദത്തം പ്രാപിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അബ്രഹാത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ നമ്മൾ പ്രത്യാശയുള്ളവരായി മാറണം. നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നീ എവിടെ ചെന്നാലും അനുഗ്രഹമായി മാറും, നിനക്ക് അധോഗതി ഉണ്ടാകുകയില്ല, നീ കടം വാങ്ങേണ്ടി വരികയില്ല, നീ വാലല്ല നീ തലയാകും, നിന്റെ സകല പ്രവർത്തികളും, ആ പ്രവർത്തികളിൽ നീ അനുഗ്രഹമുള്ളവനായി മാറും എന്നൊക്കെ ദൈവം എത്രയോ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവ വാഗ്ദത്തങ്ങളിൽ, ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളിൽ നാം പ്രത്യാശ അർപ്പിക്ക്. അതിൽ പൂർണ്ണമായിട്ടൊന്ന് വിശ്വാസം അർപ്പിച്ചേ. നീ വിശ്വാസം അർപ്പിക്കുക മാത്രമല്ല, ആ വചനം, ദൈവവചനം നാം അനുദിനം ഏറ്റുപറയണം എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ നാം ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, രക്തസ്രാവക്കാരിയായ സ്ത്രീയെക്കുറിച്ച്. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുമ്പോൾ അവനിൽ നിന്ന് എന്നിലേക്ക് ശക്തി പുറപ്പെട്ട് താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ പ്രത്യാശിച്ചിരുന്നു, അവർ വിചാരിച്ചിരുന്നു എന്ന്. ഹല്ലേലൂയ.
രക്തസ്രാവക്കാരി സ്ത്രീ ആ കാലഘട്ടത്ത് എന്ന് പറയുന്ന ഒരു ശപിക്കപ്പെട്ട രോഗമാണ്. ഒരു ശാപത്തിൻ്റെ അടയാളമാണ് രക്തസ്രാവം എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട് സമൂഹത്തിലോട്ട് അവർക്ക് വരാൻ അനുവാദമില്ല. ഒറ്റപ്പെട്ട് അവർ കഴിയുകയാണ്. ആരാലും ഒരു ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ശപിക്കപ്പെട്ടവളായി അവൾ മാറ്റപ്പെട്ടിരിക്കുക. ഈ അവസ്ഥയിലും അവൾ എങ്ങനെയോ കേട്ടു യേശു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്. കേട്ട അന്ന് മുതൽ അവൾക്ക് മനസ്സിലായി യേശു സൗഖ്യം നൽകുന്നവനാണ് എന്ന്. യേശു അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്, വിട്ടുതൽ കൊടുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന കർത്താവാണ് യേശു, അവൻ ദൈവപുത്രനാണ് എന്നൊക്കെ ഈ യേശുവിനെ കുറിച്ച് കേട്ട നാൾ മുതൽ അവൾ കേട്ടതിൽ വിശ്വാസം അർപ്പിച്ചു. യേശുവിനെ കുറിച്ച് അവൾ കേട്ടു. ഈ യേശുവിൽ അവൾ പ്രത്യാശ അർപ്പിച്ചു. മാത്രമല്ല എല്ലാ ദിവസവും പ്രിയമുള്ളവരെ അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, യേശു ഒരിക്കൽ ഇതുവഴി പോകും, യേശു ഒരിക്കൽ ഈ വഴിയിലൂടെ പോകും, എൻ്റെ ഈ നാട്ടിലൂടെ ഒരിക്കൽ യേശു കടന്നു വരും, അപ്പോൾ ഞാൻ ഒരിക്കൽ യേശുവിനെ ഞാൻ തൊടും, ഞാൻ യേശുവിനെ തൊടും, ഒരിക്കൽ ഈ നാട്ടിലൂടെ ഈ വഴിയിലൂടെ ഒരിക്കൽ യേശു കടന്നു വരും, അന്ന് ഞാൻ യേശുവിനെ തൊടും, ഞാൻ തൊടും, അങ്ങനെ തൊടുന്ന നിമിഷം ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവളുടെ പ്രത്യാശ അവൾ എന്നും എല്ലാ ദിവസവും സ്വയം ഒറ്റയ്ക്കിരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അവൾ ഏറ്റുപറയുമായിരുന്നു. അവളെ പ്രത്യാശ അവൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ പ്രതീക്ഷിച്ചതുപോലെ, അവൾ പ്രത്യാശിച്ചതുപോലെ യേശു അവളുടെ സ്വന്തം ഗ്രാമത്തിലൂടെ ആ വഴിയിലൂടെ നടന്നു പോകുകയാണ്. അവൾ എന്ത് ചെയ്തു? അവൾ പ്രത്യാശിച്ചതുപോലെ, അവൾ എന്ത് ഏറ്റുപറഞ്ഞു അതുപോലെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ആരുമറിയാതെ, ഒരു പക്ഷേ ഒരു പുതപ്പൊക്കെ മൂടിയിട്ടുണ്ടായിരിക്കാം, തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു ചെന്ന പിന്നിൽ ചെന്ന യേശുവിൻ്റെ വസ്ത്രത്തിൽ ആ വിളുമ്പിൽ നിന്ന് തൊട്ട നിമിഷം യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവൾ സൗഖ്യം പ്രാപിച്ചു. 12 വർഷമായ രക്തസ്രാവത്തിൽ നിന്ന് ഈ പെൺകുട്ടി വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ. യേശു അവളെ തൊട്ടുമില്ല, യേശു അവളെ സ്പർശിച്ചുമില്ല, നിന്റെ സൗഖ്യം നിനക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല. യേശു ഇവിടെ ഒന്നും ചെയ്തില്ല. പിന്നെയോ ഈ പെൺകുട്ടി യേശുവിൽ നിന്ന് സൗഖ്യം പിടിച്ചെടുത്തു. എങ്ങനെ? അവളെ പ്രത്യാശ അവൾ ഏറ്റുപറഞ്ഞ് വന്നപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായി, അവൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നിങ്ങൾ പറ, നിങ്ങളുടെ ജീവിതത്തെ നോക്കി, നിങ്ങളുടെ ഭാവിയെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി, നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തെ നോക്കി നിങ്ങൾ പറ, എനിക്ക് അനുഗ്രഹമുണ്ട്, എനിക്ക് വിടുതലുണ്ട്, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവർക്ക് നല്ലൊരു ഭാവിയുണ്ട്, ദൈവം അവരെ അനുഗ്രഹിക്കും, അവർക്ക് അധോഗതി ഉണ്ടാകുകയില്ല, അവർക്ക് തകർച്ച ഉണ്ടാകുകയില്ല, അവർ പാപത്തിൽ പോകുകയില്ല, അവർ അശുദ്ധിയിൽ പോകുകയില്ല. അങ്ങനെ പറഞ്ഞേ പ്രത്യാശയേറ്റ് പറയണം. ഇന്ന് പലരും എന്നാ പറയുന്നത്? എന്താ ഇന്ന് ഏറ്റു പറയുന്നത്? വാ തുറന്നാൽ ഇന്ന് അനേകരും പറയുന്നത് നിരാശയുടെ വാക്കുകളാ, അധോഗതിയുടെ വാക്കുകളാ, പരാജയത്തിൻ്റെ വാക്കുകളാ, ക്ഷയാത്മകമായ വാക്കുകളാണ് ഇന്ന് അനേകരും പറയുന്നത്. ഒരു ഭാവിയില്ല, ഉയർച്ചയില്ല, അല്ലേലും ഞാനിത് അനുഭവിക്കാനാ, നമുക്കൊന്നും ഇത് പറഞ്ഞിട്ടുള്ളത് കാര്യമില്ല, അവൻ എവിടെ ചെന്നാലാ ശരിയാകുന്നത്, അവനൊന്നും ജയിക്കാൻ പോകുന്നില്ല, ഇവനാരാ പെണ്ണ് കൊടുക്കുന്നത്, ഈ കടബാധ്യതയിൽ കിടക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്, നല്ലൊരു പെര പണിതിട്ട് നമുക്ക് മരിക്കാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും പറയുന്നത്
പ്രത്യാശയുടെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. അത് പറയുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ പറയുന്നത് നമ്മൾ സംഭവിക്കും. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരാജയത്തിൻ്റെ, നെഗറ്റീവായ, നിഷേധാത്മകമായ, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പറയരുത്. പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അബ്രഹാത്തെ പോലെ അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടപ്പുറത്തെ മണൽത്തരികൾ പോലെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അനേകം തലമുറകളുടെ പിതാവ് എന്ന് നീ വിളിക്കപ്പെടും എന്ന് ദൈവം പറഞ്ഞ ആ വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസിച്ചു. കണ്ടോ, പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയും ഇല്ലാതെ ഇരുന്നിട്ടും, അങ്ങനെയാ ബൈബിൾ പറയുന്നത്, പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവനത് എല്ലാ ദിവസവും ഏറ്റുപറയാൻ തുടങ്ങി. ദീർഘക്ഷമയോടെ ഏറ്റുപറഞ്ഞ് 100-ാമത്തെ വയസ്സിൽ അത് പ്രാപിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിക്കോട്ടെ, മുൻപിൽ ഇരുട്ട് മാത്രം കാണുന്ന ഒരു അവസ്ഥയായിരിക്കാം, എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ദൈവം നമ്മളെ നോക്കി പറയുന്ന പ്രത്യാശയുടെ വചനങ്ങൾ കണ്ടുപിടിക്കുക. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. നിഷേധാത്മകമായ വാക്കുകൾ പറയാതിരിക്കുക. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതിരിക്കുക. പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് സ്ഥിരതയോടെ പറഞ്ഞ് എന്നും ഏറ്റുപറഞ്ഞ് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ, പ്രൈസ് ദി ലോർഡ്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് നാം അനുഗ്രഹം പ്രാപിക്കുക. ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഈ അഭിഷേകം, ഈ കൃപ നമ്മൾ പ്രാപിച്ച് തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കഷ്ടതകൾ മാറുവാൻ, പിശാച് ഇറങ്ങിപ്പോകുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന നെഗറ്റീവായ ചിന്തകളെല്ലാം മാറിപ്പോകട്ടെ. പ്രത്യാശയുടെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിറയപ്പെടട്ടെ. ദൈവത്തിലും, ദൈവം പറയുന്ന ദൈവവചനത്തിലും, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ഇരുകരങ്ങളെയും ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളിച്ചുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഘട്ട കർത്താവേ, പതിനായിരങ്ങളിലേക്ക് ഈ ശക്തി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ ഇവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ ചിന്തകൾ നിറയട്ടെ, പ്രത്യാശയുടെ ഭാവനകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെഗറ്റീവ് ചിന്തകൾ മാറ്റപ്പെടട്ടെ. പ്രത്യാശ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവേ മക്കളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഇവരുടെ ആദരങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സിൻ്റെ ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, തകർച്ചകൾ മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്നു. രോഗത്തെ കൊണ്ട് ഭാരപ്പെടുന്നവരുടെ ഭാരങ്ങളെ മാറ്റി കർത്താവേ, വിശ്വാസത്തിന്റെ വചനത്താൽ വിട്ടുതൽ പ്രാപിക്കുവാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിഷേകത്താൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവേ, വരിക 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 വരിക
വരിക വരിക. നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ചിന്തകളിൽ ഭാവനയില് വെളിച്ചം വീശട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രത്യാശ കൊണ്ട് നിറയട്ടെ. ഒരതരങ്ങൾ പ്രത്യാശയുടെ വാക്കുകൾ വചനങ്ങൾ പറയുവാൻ അഭിഷേകത്താൽ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന പ്രാർത്ഥനകളായി സ്തോത്രം. ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ വിശുദ്ധകളെ പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.